ദൈവത്തിന് സ്തുതി. സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് മാർ റാഫേൽ തട്ടിൽ പിതാവ്. പിതാവിൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളുമൊക്കെ ഇന്ന് ജനലക്ഷങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. ഈശോ പിതാവിനെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. അതേസമയം വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതിയോട് പൊരുത്തപ്പെടാനാവാതെ എറണാകുളം അങ്കമാലി രൂപതയിലെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ തങ്ങളുടെ വിയോജിപ്പ് തുടരുകയാണ്. വിശുദ്ധ കുർബാനയുടെ ഏകീകൃത രീതി എല്ലായിടത്തും പ്രാബല്യത്തിൽ വരണമെന്ന നിലപാടിൽ സഭാപിതാക്കന്മാർ ഒരേ മനസ്സോടെ ഒപ്പുവെച്ചിരിക്കുന്ന സർക്കുലർ പുറത്തു വന്നിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ പോളച്ചൻ വക്കീൽ മനസ്സറിഞ്ഞോ അറിയാതെയോ പറഞ്ഞ വാക്കുകൾ ഒരുപാട് വേദന ഉളവാക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ വർഷത്തെ അഭിനയത്തിനുള്ള ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ആർക്കാണ്? അത് സീറോ മലബാർ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ റാഫേൽ തട്ടിൽ പിതാവിന് തന്നെയാണ്. കേട്ടില്ലേ? തട്ടിൽ പിതാവിന്റെ സ്നേഹഭാവവും അഭിനയമാണെന്നാണ് ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞു വെക്കുന്നത്. അതായത് അഭിവന്ദ്യ റാഫേൽ പിതാവ് കാണിക്കുന്നതും കാണിച്ചതും ഒരു നയമാണ്, ടാറ്റിക്സ് ആണ്, നയതന്ത്രജ്ഞതയാണ് എന്നാണ് പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം. നമുക്കറിയാം, രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം ഒരു പക്ഷേ നയതന്ത്രജ്ഞതയാണ്. അവിടെ ഒരു ഹൃദയഭാവം വേണമെന്നില്ല. അവ വെറും തന്ത്രവും നയവും മാത്രമാണ്. എന്നാൽ അനുനയത്തോടെയും കാരുണ്യത്തോടെയുമുള്ള സംഭാഷണത്തെ നയവും തന്ത്രവുമായി കാണുന്നതും അഭിനയമായി വ്യാഖ്യാനിക്കുന്നതും അത്ര ശരിയാണോ? അല്ലെന്നാണ് എൻ്റെ പക്ഷം. തുടർന്ന് കേൾക്കാം. 49 മെത്രാന്മാർ സിനഡിൽ പങ്കെടുത്ത മെത്രാന്മാർ ഒപ്പിട്ട കൽപ്പന എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾക്കും വൈദികർക്കും. മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത സിനഡ് തീരുമാനിച്ച സിനഡ് കുർബാന തന്നെ അർപ്പിക്കണം. അപ്പോ തട്ടിൽ പിതാവ് പറഞ്ഞല്ലോ, എറണാകുളംകാരെ കേൾക്കണം, അവരുടെ മുറികൾ ഉണക്കണം, കേൾക്കുന്നത് തന്നെയാണ് മഹാപുണ്യം എന്നൊക്കെ. കേൾക്കുന്നത് തന്നെയാണ് മഹാപുണ്യമെന്ന് തട്ടിൽ പിതാവ് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നമ്മളൊരു വ്യക്തിയെ കേൾക്കുക എന്നാൽ അവരുടെ ഭാഗം എന്തെന്നറിയുക എന്നല്ലേ? നല്ലൊരു കേൾവിക്കാരനുണ്ടെങ്കിൽ പല മുറിവുകളും ഉണങ്ങിയ ചരിത്രമുണ്ട്. കേൾക്കുക എന്നാൽ പറയുന്ന ആളുടെ വാദങ്ങളെല്ലാം ശരിവെക്കുക എന്നല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ കേൾവിയുടെ കൂദാശയായ കുമ്പസാരക്കൂടും വെറുതെ ആകുമായിരുന്നില്ലേ? ഹൃദയം വെച്ച് കേൾക്കാൻ ഒരാളുള്ളത് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെട്ട എത്രയോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നാം കണ്ടിരിക്കുന്നു. കേൾവിക്ക് സ്വർഗീയ വിശുദ്ധിയില്ലെങ്കിൽ മഹാപാപികളെ പോലും കേട്ട് ചേർത്ത് നിർത്തിയ ഈശോയും നമുക്ക് അന്യമാകില്ലേ? എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് ഈശോയെയും വചനത്തെയും കൂടുതൽ അറിഞ്ഞവർക്ക് ചേരുന്നതാണോ? ഒരുമയുടെ സമാധാനത്തിൻ്റെ ഒരു കാറ്റ് വീശാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഒരുമയോടെ ചേർത്ത് നിർത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? വിധി നമ്മുടെ കയ്യിലല്ല. യോഹന്നാൻ 5:22 പറയുന്നു, വിധി മുഴുവൻ കർത്താവീശോ മിശിഹായിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന്. ആരെയും മാറ്റി നിർത്താതെയും സ്വയം മാറി നിൽക്കാതെയും ഒരേ ശരീരത്തിൽ അംഗങ്ങളായി നമുക്ക് തുടരാം. ഈശോയിൽ ഒന്നായിരിക്കാം. ദൈവത്തിന് സ്തുതി.